ഓണക്കാണല്ലോ. ഓണക്കായ എന്തൊക്കെ ഉണ്ടാവും? പൂക്കളുണ്ടാവും, സെറ്റ് സാരി ഉണ്ടാവും, പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ടാവണമല്ലോ. അപ്പം നമുക്കും പൂക്കള മത്സരത്തിന് കൂടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പൂക്കൾ വാങ്ങിക്കണം, തൃക്കാക്കരപ്പന വാങ്ങണം, പിന്നെ കുറച്ച് ചിരാത്, അങ്ങനെ കുറച്ച് ആക്സസറീസ് ഒക്കെ നമുക്ക് വേണം. ആൻഡ് അതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 6:45 എത്തേണ്ട ഞാൻ 7:30ക്കാണ് പിറ്റേ ദിവസം ഈ സാധന സാമഗ്രികളുമായിട്ട് അവിടെ എത്തുന്നത്. 7 മണിക്ക് തുടങ്ങും കേട്ടോ മത്സരം. എന്തൊക്കെയാണ് എൻ്റെ ടൈമിങ്. ആൻഡ് രാത്രി അലഞ്ഞ് നടക്കുകയാണ് തൃക്കാക്കര അപ്പനെ കിട്ടാൻ. അത് കിട്ടാനില്ല. അങ്ങനെ അതായത് കട അടയ്ക്കുകയാണേ. അങ്ങനെ ലാസ്റ്റ് കട അടയ്ക്കാൻ നിന്നൊരു കടയിൽ പോയി, ചേട്ടാ അടയ്ക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ദെൻ നമ്മൾ പൂക്കടയിൽ പോയി. പൂക്കട ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു, ചേട്ടാ എല്ലാം ചെന്ന് ഒരു 5 കിലോ വെച്ച് അങ്ങോട്ട് എടുത്തു വന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി, എന്തിനാ മോളെ നിനക്ക് 5 കിലോ വേറെ കടയിൽ കൊണ്ട് വിൽക്കാനാണെന്ന്. അപ്പോൾ അല്ലല്ലോ പൂക്കള മത്സരത്തിനാണ്. അപ്പോൾ ആ ചേട്ടൻ ഡിസൈൻ ചോദിച്ചു. അങ്ങനെ ഡിസൈൻ കാണിച്ചിട്ട് വെച്ചപ്പോൾ ഇതിനാ അതിനൊന്നും ആവശ്യമില്ല പറഞ്ഞിട്ട് കുറച്ച് പൂക്കൾ. അതെന്തായാലും ഒരു വലിയ കാര്യമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കള മത്സരം ഇതൊക്കെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് കാറ് കയറ്റി 6:30 6:45 പൂക്കള മത്സരത്തിൻ്റെ സ്പോട്ടിലെത്താൻ പറഞ്ഞു. ഞാൻ 7:30 ആയപ്പോൾ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം എന്തൊക്കെയോ ചെയ്ത് ഞങ്ങൾ പൂക്കളിട്ടു. ബട്ട് ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, അവർ പൂക്കളം വാസ് അടിപൊളി. നമുക്ക് നല്ല ഭംഗിയില്ലേ ഞങ്ങളെ പൂക്കളം കാണാൻ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ടീം മെമ്പേഴ്സ് ഇതൊക്കെ രസമുണ്ടോ എന്ന് നോക്കുകയാണ്. പിന്നെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് അപ്പുറത്തവൻ്റെ പൂക്കളം നമ്മുടേതിനേക്കാൾ നന്നായോ എന്ന് നോക്കുന്ന ഒരു ശരാശരി മലയാളിയുടെ മനസ്സാണല്ലോ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് നമ്മൾ സദ്യയിലെത്തി. അപ്പം നിങ്ങൾ വിചാരിക്കും പൂക്കളം എന്തായിരുന്നു? പൂക്കളം എന്താവാൻ, ആസ് യൂഷ്വൽ നമ്മൾ തോറ്റു. നമുക്കൊന്നും കിട്ടിയില്ല. പൂക്കളം വാങ്ങാൻ പോയതും ഉറക്കം പോയതും വെറും അവിടെ നിന്ന് ഇതാക്കിയതും ഇതായി നമുക്ക് നഷ്ടമായി. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, അതിശക്തിയായി വലിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് വടംവലി. ആൻഡ് ഈ വടംവലിയിൽ ഞങ്ങൾ ജയിച്ചു. അത് നിങ്ങൾ കണ്ടില്ലേ? എന്ത് പറ്റിയെന്ന് അറിയില്ല.